ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. രാഷ്ട്രീയം പറയുകയാണെന്ന് ആരും വിചാരിക്കരുത്. എവിടെ നിന്ന് നോക്കിയാലും ഒരു മുഖം കണ്ടു ആളുകൾ. ആ മുഖം കണ്ടപ്പോ ആളുകൾ വിചാരിച്ചു അതിലൊരു വരിയുണ്ട്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എല്ലാ ബോർഡിലും വ്യത്യസ്തമായ വാക്കുകളാണ്. ഞങ്ങൾ ചെയ്ത് ഇത് ചെയ്യാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്, അത് ചെയ്യാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്. പക്ഷെ അതിലെ വരികൾ ആരും വായിച്ചില്ല. അതിലൊരു മുഖം കണ്ടു, അതിന്റെ അടിയിൽ മറ്റാരുണ്ട്. അപ്പൊ അവർ വ്യാഖ്യാനിച്ചു ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. ആഹാ, അങ്ങനെയാണ്, എന്നാ നീയല്ലാതെ വേറെ ആളുണ്ടടാ എന്ന് ഒരു റബലിസം തോന്നി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഇത്ര വലിയ പരാജയമുണ്ടാകാൻ കാരണം എന്താണെന്ന് ഇനിയും മനസ്സിലാകാത്തവർക്ക് വളരെ ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കുന്നു. ചില ആളുകളോടുള്ള ചില ഈഗോകൾ അല്ലെ, ചില ഈഗോ, അവൻ അങ്ങനെ പോണ്ട. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. രാഷ്ട്രീയം പറയുകയാണെന്ന് ആരും വിചാരിക്കരുത്. എവിടെ നിന്ന് നോക്കിയാലും ഒരു മുഖം കണ്ടു ആളുകൾ. ആ മുഖം കണ്ടപ്പോ ആളുകൾ വിചാരിച്ചു അതിലൊരു വരിയുണ്ട്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എല്ലാ ബോർഡിലും വ്യത്യസ്തമായ വാക്കുകളാണ്. ഞങ്ങൾ ചെയ്ത് ഇത് ചെയ്യാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്, അത് ചെയ്യാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്. പക്ഷെ അതിലെ വരികൾ ആരും വായിച്ചില്ല. അതിലൊരു മുഖം കണ്ടു, അതിന്റെ അടിയിൽ മറ്റാരുണ്ട്. അപ്പൊ അവർ വ്യാഖ്യാനിച്ചു ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. ആഹാ, അങ്ങനെയാണ്, എന്നാ നീയല്ലാതെ വേറെ ആളുണ്ടടാ എന്ന് ഒരു റബലിസം തോന്നി. മനസ്സിലായോ? അല്ലാതെ അതിലെ വരികളോടോ അതിന്റെ പ്രസ്ഥാനത്തോടുള്ള വിദ്വേഷമൊന്നും ആയിരുന്നില്ല. ആ മുഖം ആ തയ്യാറാക്കിയിരിക്കുന്ന മഹാന്മാരെ സമ്മതിക്കണം കേട്ടോ. മനഃശാസ്ത്രത്തിന്റെ സമൂഹ മനഃശാസ്ത്രത്തിന്റെ ബാലപാഠം അറിയാത്തവരാണ് ആ ബോർഡ് ഉണ്ടാക്കിയത്. ആ ബോർഡ് വലിയ ആപത്ത് ചെയ്തു. അപ്പോ ജനങ്ങൾക്ക് തോന്നി അങ്ങനെ ഒരു അഹന്ത വേണ്ട ഒരുത്തൻ, ഇവനല്ലാതെ വേറെ ആരോ, ആ വേറെ ആളുണ്ട് എന്ന് തോന്നിയിട്ട് ചെറിയ നിരുത്തരവാദപരമായ ചിന്തകളിൽ ചില ആളുകൾ, കുറച്ചാളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ബൂത്തിൽ 32 ആളുകൾ മാറി. ഒരു ബൂത്തിൽ 32 ആളെ മാറിയിട്ടുള്ളൂ. കേരളത്തിലെ ആകെ ബൂത്തുകളിൽ 32 വോട്ട് അപ്പുറം മറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഭരണം നേരെ തിരിച്ചു വരുവൻ. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ ഇത്രയും ഒരുമിച്ചെതിർത്ത് വോട്ട് ചെയ്യതെന്ന എന്തിനാണ്? അത് ബോധപൂർവം ചിന്തിച്ചിട്ട് ചെയ്തതല്ല. അവരുടെ ചെറിയ ചെറിയ വികാരങ്ങൾ, ചെറിയ ചെറിയ ചിന്തകൾ എല്ലാരും കൂടി കൂലോത്ത് മോര് കൊണ്ടുപോയ പോലെയായി. ഞങ്ങളുടെ നാട്ടിലൊരു കഥയാ, കണ്ണൂര് കൂലോത്ത് മോര് കൊണ്ടുപോയ പോലെ. കൂലോത്തെ ഉത്സവത്തിന് എല്ലാ കുടിയന്മാരോടും മോര് കൊണ്ടുപോയി വലിയ പാത്രത്തിൽ ഒഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഒരാൾ വിചാരിച്ചു എല്ലാരും നല്ല മോര് ഒഴിക്കുമ്പോ എന്റെ വീട്ടിൽ നല്ല മോരില്ല, അത് അല്പം നല്ല മോര്, അല്പം മോരൊഴിച്ച് ബാക്കി പച്ചവെള്ളം ഒഴിച്ചാലും കൂട്ടത്തിൽ ഒഴിക്കുമ്പോ അതറിയില്ലല്ലോ. അങ്ങനെ അയാള് ഒരു വെള്ള നിറമുള്ള പച്ചവെള്ളം കൊണ്ടുപോയി ഒഴിച്ചു. ഇങ്ങനെ എല്ലാരും ഒന്നിച്ച് ചിന്തിച്ചപ്പോ മൊത്തം പച്ചവെള്ളമായി പോയി. അതാണ് ഇപ്പൊ സംഭവിച്ചത്. മനസ്സിലായോ? എല്ലാരും ഒന്നിച്ചങ്ങ് ചിന്തിച്ചു. ആ ചിന്തിച്ചപ്പോ എടാ നീയും അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാ ഇപ്പൊ പലരും പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്തു, എന്നാ നിങ്ങൾ അങ്ങനെ ചെയ്യണോ? എല്ലാരും ചിന്തിച്ചപ്പോ ഭൂരിപക്ഷം പറഞ്ഞപ്പോ കായ ഒഴുക്കൂലല്ലോ. അതാ. അപ്പൊ സത്യാനന്തര യുഗം എന്ന് പറഞ്ഞത് എന്താ? ഉത്തരവാദിത്തരഹിതമായ അഭിപ്രായം പറയുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന കാലം. ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിലുണ്ട്, വസ്ത്രത്തിലുണ്ട്, വീട് നിർമ്മിക്കുന്നതിലുണ്ട്, പ്രകൃതിയോട് ഉള്ള ഇടപഴകുന്ന കാര്യത്തിലുണ്ട്. എല്ലായിടത്തും നിരുത്തരവാദപരമായിരിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു ജനക്കൂട്ടമാണ് നമ്മുടെ രാജ്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരമായ സാംസ്കാരിക അധപ്പതനത്തിന് കാരണമാവും.